നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാതിവില തട്ടിപ്പിൽ കാസർഗോട്ടും ഇരകൾ. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും 41 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. AKSTU സംസ്ഥാന സമ്മേളനം 13, 14, 15 തീയതികളിൽ നടക്കും. ഉൽപ്പന്ന ശേഖരണ ജാഥ ചൊവ്വാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ചീമേനി നെടുമ്പയിലെ കവർച്ച ആസൂത്രിതമെന്ന് പോലീസ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ഈ മാസം 3-നാണ് ചീമേനിയിലെ N മുകേഷിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അജാനൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. തണ്ണോട്ട് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. പാതിവില തട്ടിപ്പിൽ കാസർഗോട്ടും ഇരകൾ. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും 41 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. കുമ്പടാജിയിൽ മൈത്രി ലൈബ്രറിയിൽ നിന്നും തട്ടിയെടുത്തത് 30 ലക്ഷത്തിൽ പരം രൂപയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ്, സ്കൂട്ടി, തയ്യൽ മെഷീൻ, സ്കൂൾ കിറ്റ് ഉൾപ്പെടെ വാഗ്ദാനം നടത്തിയ നിക്ഷേപ തട്ടിപ്പിൽ കാസർഗോഡ് ജില്ലയിലെ 150-ലേറെ പേർ കുടുങ്ങി പണം നഷ്ടപ്പെട്ടു. 3/4 കോടിയോളം രൂപയാണ് ഇവർക്കെല്ലാമായി നഷ്ടപ്പെട്ടത്. കാഞ്ഞങ്ങാട് മോനാച്ച കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ എക്കണോമിക്സ് ഡെവലപ്മെന്റ് എന്ന സംഘടന വഴി പണമടച്ച 106 പേർക്ക് സാധനങ്ങൾ ലഭിക്കാനുണ്ട്. 41 ലക്ഷം രൂപ അടച്ചതിന്റെ സാധനങ്ങളാണ് കിട്ടാനുള്ളത്. 39 സ്കൂട്ടികൾക്കും 67 ലാപ്ടോപ്പുകൾക്കുമായാണ് പണം അടച്ചത്. 2023 മുതൽ പണം അടച്ചതിൽ 1000-ഓളം പേർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടെന്ന് സംഘടനയുടെ ഭാരവാഹികൾ അറിയിച്ചു. 5 വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതിൽ പെട്ടത്. നമ്മൾ പെടുന്നത് KN അനന്തകുമാർ, ഡയൽസ്മാൻ എന്ന് പറയുന്ന KN അനന്തകുമാർ. അയാൾ സത്യസായി ബാബ ഓർഫനേജ് ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. സമൂഹത്തിൽ വലിയ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ. അതിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ഇതിൻ്റെ പാറ്റേണാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതിൽ പോയിട്ട് ഇതാക്കുന്നത്. CSR ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ട് നമുക്കറിയാം. പക്ഷെ അത് അവർക്കുണ്ടോയെന്നില്ല അറിയില്ല. അങ്ങനെ ഫണ്ട് മുഖാന്തരം സമൂഹത്തിൽ താഴേക്കടയിൽ അവർ സഹായിക്കുന്നുണ്ടെന്ന് പറയാം. ആ സഹായം എൻ്റെ നാട്ടിൽ കിട്ടാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിൽ പോയി പെട്ടത്. ഇപ്പോൾ നാളിതുവരെയായി നമുക്ക് കിട്ടാൻ ബാക്കിയുള്ള 41 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ്. അടച്ച പൈസ 41 ലക്ഷം രൂപയാണ്. 39 സ്കൂട്ടിക്ക് വേണ്ടി പണം അടച്ചിട്ടുണ്ട്. 67 ലാപ്ടോപ്പിന് വേണ്ടി പണം അടച്ചിട്ടുണ്ട്. അങ്ങനെ 106 ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം കിട്ടാനുണ്ട്. നമ്മൾ കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, IG-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്, കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. കേസുമായി മുന്നോട്ട് പോവുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 700 തയ്യൽ മെഷീനുകൾ, 161 ലാപ്ടോപ്പുകൾ, 5 വാട്ടർ പ്യൂരിഫയർ, 132 സ്കൂൾ കിറ്റുകൾ, 6 ലക്ഷത്തിന്റെ ജൈവവളങ്ങൾ 3 ലക്ഷത്തിനും ലഭിച്ചു. അവസാനം പണം അടച്ചവർക്കാണ് സാധനങ്ങൾ ലഭിക്കാതെ വന്നത്. മോനാച്ച സോഷ്യൽ എക്കണോമിക്സ് ഡെവലപ്മെന്റ് ഡയറക്ടർ രാമകൃഷ്ണൻ മോനാച്ച, ജില്ലാ പോലീസ് മേധാവി, IG, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി. അനന്ത് കൃഷ്ണൻ, അനന്തകുമാർ ഉൾപ്പെടെ എതിർകക്ഷിയാക്കിയാണ് പരാതി നൽകിയത്. ബദിയടുക്ക, മാർത്തടുക്കയിലെ മൈത്രി എന്ന സംഘടന വഴി അപേക്ഷിച്ച നിരവധി പേർക്കും സാധനങ്ങൾ ലഭിക്കാനുണ്ട്. ലാപ്ടോപ്പിന് വേണ്ടി അടച്ച 5,30,000 രൂപയും മറ്റ് സാധനങ്ങൾക്കായി അടച്ച 20,92,000 രൂപയും ഇവർക്ക് നഷ്ടമായി. 117 ലാപ്ടോപ്പ്, 40 ടൂ വീലർ, 546 സ്കൂൾ കിറ്റുകൾ, 180 തയ്യൽ മെഷീനുകൾ, 5 വാട്ടർ പ്യൂരിഫയർ സംഘടന വഴി ഇവർക്ക് ലഭിച്ചിരുന്നു. മൈത്രിയുടെ പ്രസിഡന്റ് പ്രസാദ് ഭണ്ഡാരി, സെക്രട്ടറി മുഹമ്മദ് ഷെരീഫും മുഖ്യമന്ത്രി, സംസ്ഥാന ജില്ലാ പോലീസ് മേധാവികൾക്ക് പരാതി നൽകി. കാസർഗോഡ് ഹെൽത്ത് വഴി നിരവധി പേർ ഇതിൽ അംഗമായി പണമടച്ചിരുന്നു. എന്നാൽ ഇവർക്കെല്ലാം സാധനങ്ങൾ ലഭിച്ചിരുന്നു. സംഘടന വഴി അപേക്ഷ നൽകിയവർക്ക് ആർക്കും സാധനങ്ങൾ ലഭിക്കാനില്ലെന്ന് സംഘടനയുടെ ഡയറക്ടർ മോഹനൻ മാങ്ങാട് അറിയിച്ചു. NGO കോൺഫെഡറേഷന് കീഴിലുള്ള ഈ 3 ചാരിറ്റി സംഘടനകൾ വഴിയായിരുന്നു സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. AKSTU സംസ്ഥാന സമ്മേളനം 13, 14, 15 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. ഉൽപ്പന്ന ശേഖരണ ജാഥ ചൊവ്വാഴ്ച നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 28ാമത് സംസ്ഥാന സമ്മേളനം 13, 14, 15 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. സമ്മേളനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിനുള്ള 2 ജാഥകൾ ചൊവ്വാഴ്ച നടക്കും. സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളാണ്, അതിന് നിങ്ങളുടെ സഹകരണം കൂടെ തേടുകയാണ്. 13, 14, 15 3 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. ആ 13-ാം തീയതി മുതൽ 15-ാം തീയതി വൈകുന്നേരം സമ്മേളനം അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത് 13-ാം തീയതി രാവിലെ 10 മണിക്ക് ചെമ്മനാട് പെരുമ്പളയിൽ നിന്നും AKSTUവിന്റെ പഴയകാല നേതാവ്, അതിന്റെ പൂർവ്വ സംഘടനയായ DSTUവിന്റെ സംസ്ഥാന പ്രസിഡന്റായ EK മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ബാനർ ജാഥ പുറപ്പെടും. 13-ന് സംസ്ഥാന കമ്മിറ്റി യോഗം കാഞ്ഞങ്ങാട് MN സ്മാരകത്തിൽ ചേരും. തുടർന്ന് കയ്യൂർ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും മുതിർന്ന നേതാവ് PA നായർ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി V രാജന് സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനായുള്ള പതാക കൈമാറും. പെരുമ്പള EK മാസ്റ്റർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ബാനർ ജാഥ CPI സംസ്ഥാന കൌൺസിൽ അംഗം T കൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P ഭാർഗവിക്ക് കൈമാറും. മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന കൊടിമര ജാഥ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം P കുഞ്ഞികൃഷ്ണൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മുൻ MLAയുമായ M കുമാരന് കൈമാറും. കൊടിമര, ബാനർ, പതാക ജാഥകൾ കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടുച്ചേരി പരിസരത്ത് സംഗമിക്കും. പൊതുസമ്മേളനം നടക്കുന്ന EK മാസ്റ്റർ നഗറിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ CP ബാബു പതാക ഉയർത്തും. പൊതുസമ്മേളനവും PR നമ്പ്യാർ പുരസ്കാര സമർപ്പണവും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും രാജ്യസഭാ MPയുമായ P സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. PR നമ്പ്യാർ സ്മാരക പുരസ്കാരം പന്ന്യൻ രവീന്ദ്രൻ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന് സമർപ്പിക്കും. 14-ന് മാണിക്കോത്ത് എടതാട്ടിൽ മാധവൻ മാസ്റ്റർ നഗറിൽ AKSTU സംസ്ഥാന പ്രസിഡന്റ് KK സുധാകരൻ പതാക ഉയർത്തുന്നതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. യാത്രയപ്പ് സമ്മേളനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും MPയുമായ PP സുനീർ ഉദ്ഘാടനം ചെയ്യും. 15-ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ CPI ജില്ലാ സെക്രട്ടറി CP ബാബു, AKSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ജയകൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പത്മനാഭൻ, ജില്ലാ പ്രസിഡന്റ് രാജീവൻ MT, ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത്, ജില്ലാ ട്രഷറർ സുനിൽ കരിച്ചേരി, മീഡിയ കമ്മിറ്റി കൺവീനർ പ്രതീഷ് O എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അജാനൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലകളിലെയും തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അവ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, INTUC അജാനൂർ മണ്ഡലം പ്രവർത്തനം ശക്തമാക്കുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അജാനൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ നടന്ന കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് നമ്മളാണ്, സാധാരണക്കാരായ അന്നത്തെ അന്നത്തിന് അധ്വാനിച്ച് പാവപ്പെട്ടവരാണ്. നമ്മൾ അടച്ച പണം പോലും നമ്മൾ ക്ഷേമനിധിയിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ച് അടച്ച പണത്തിന്റെ ഒരു വിഹിതം പോലും നമുക്ക് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടേണ്ട പെൻഷൻ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഈ നാട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തരേണ്ട അവകാശം, നമുക്ക് ചോദിച്ചു വാങ്ങേണ്ട ആനുകൂല്യം പോലും നമുക്ക് തരാൻ അതിനെ മൈൻഡ് ചെയ്യാതെ ഒരു ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. തൊഴിലിടങ്ങളൊക്കെ വളരെ കഷ്ടതയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. INTUC നിയോജകമണ്ഡലം പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി KM ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൺവെൻഷനിൽ ചിത്താരി പോസ്റ്റൽ ബ്രാഞ്ചിൽ നിന്നും 40 വർഷത്തെ സേവനമനുഷ്ഠിച്ച പോസ്റ്റ്മാൻ K കൃഷ്ണനെ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ആദരിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി P ബാലകൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ കൊളവയൽ, മോഹനൻ തണ്ണോട്ട്, വിമല കുഞ്ഞികൃഷ്ണൻ, ഉഷ കല്ലിങ്കാൽ എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി PV ബാലകൃഷ്ണനെയും ജനറൽ സെക്രട്ടറിയായി കുഞ്ഞമ്പു വാഴവളപ്പിനെയും ഖജാൻജിയായി ഗോപാലൻ രാവണീശ്വരത്തെയും തെരഞ്ഞെടുത്തു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary.
Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. തണ്ണോട്ട് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ ആതിഥേയരായ ഉദയ തണ്ണോട്ട് ഹസീന ചിത്താരി ഫൈനലിൽ കീഴടക്കി വിജയകിരീടം ചൂടി. തണ്ണോട്ട് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന ഫുട്ബോൾ ടൂർണമെന്റ് ആവേശമായി. ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ്ബ് മെമ്പറും SCF കേരള പോലീസുമായ സൂരജ് KV, ക്ലബ്ബ് പ്രസിഡന്റ് വേണുഗോപാലൻ, ക്ലബ്ബ് UAE കമ്മിറ്റി സെക്രട്ടറി സജികുമാർ KV, ക്ലബ്ബ് അംഗം രതീഷ് എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു. അത്യന്തം വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ ആതിഥേയരായ ഉദയ തണ്ണോട്ട് ഹസീന ചിത്താരിയെ ഫൈനലിൽ കീഴടക്കി വിജയകിരീടം ചൂടി. സമാപന ചടങ്ങിൽ ജാനൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ മിനി P, ക്ലബ്ബ് UAE കമ്മിറ്റി അംഗം ജിജേഷ് KV, ക്ലബ്ബ് അംഗം അനിൽകുമാർ, ക്ലബ്ബ് വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ജലജ KV, ക്ലബ്ബ് മുൻ പ്രസിഡന്റ് തമ്പാൻ എന്നിവർ സംബന്ധിച്ചു. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന 5 സ്റ്റാർ ഫുട്ബോൾ ആണ് ഇന്നിവിടെ സമാപനമാണ് ഇന്നിവിടെ നടന്നത്. നമുക്കറിയാം, ഫുട്ബോൾ നമ്മുടെ യുവാക്കളുടെ കായികപരമായ കഴിവും അതുപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുകയും പുതിയ തലമുറയ്ക്കൊരു പ്രചോദനമായിട്ടാണ് ഇന്ന് ഫുട്ബോൾ കാണുന്നത്. ഇന്ന് വിജയിച്ച നമ്മുടെ ഹസീന ക്ലബും അതുപോലെ തന്നെ ഉദയ ക്ലബും നല്ല രീതിയിൽ കളിക്കുന്ന ഫുട്ബോൾ ടീമുകളാണ്. ചരലൽ കൃഷ്ണന്റെ സ്മരണയ്ക്ക് മക്കൾ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും തിഡിൽ ബ്രദേഴ്സ് ഏർപ്പെടുത്തിയ വിന്നേഴ്സ് ട്രോഫിയും അജാനൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ P മിനിയും വിവേക് ചരലലും ചേർന്ന് വിജയികൾക്ക് കൈമാറി. ഏലോത്തടുക്കം നാരായണിയമ്മയുടെ സ്മരണയ്ക്ക് മക്കൾ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും കുന്നമങ്ങാനം ബാബുവിന്റെ സ്മരണയ്ക്ക് ബൈജു ആൻഡ് രേവതി ഏർപ്പെടുത്തിയ റണ്ണേഴ്സ് ട്രോഫിയും മുകേഷ്, അനീഷ്, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഹസീന ചിത്താരിക്ക് കൈമാറി. സജികുമാർ, അശ്വിൻ, സുമേഷ് KV, ബൈജു, നവീൻ കുമാർ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ഹോസ്ദുർഗ ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി കാശി മഠാധിപതി സ്വാമി സംയമീന്ദ്ര തീർത്ഥ നിധി കലശ സ്ഥാപനവും ശിലാന്യാസവും നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ഹോസ്ദുർഗ ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി നിധി കലശ സ്ഥാപനവും ശിലാന്യാസവും കാശി മഠാധിപതി സ്വാമി സംയമീന്ദ്ര തീർത്ഥ നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം കോടി ഗായത്രി യാഗം നടന്നയിടത്താണ് ശിലാന്യാസം നടന്നത്. ഹാറാഡി യോഗീഷ് ഭട്ട്, ഹോസ്ദുർഗ യോഗീഷ് ഭട്ട്, M വെങ്കടേഷ് ഭട്ട്, B വിഷ്ണു ആചാര്യ, HS ദിവാകർ ആചാര്യ എന്നിവർ ശിലാന്യാസത്തിന് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സംയമീന്ദ്ര തീർത്ഥ സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി.
ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ചുറ്റമ്പലവും പൂർണ്ണമായും കരിങ്കല്ലിലാണ് നിർമ്മിക്കുന്നത്. മുന്നിൽ സ്ഥല സൌകര്യമൊരുക്കുന്നതിനായി നിലവിലുള്ളതിലും 12 മീറ്റർ കിഴക്കോട്ട് മാറിയാണ് പുതിയ ക്ഷേത്രം ഉയരുന്നത്. മുൻഭാഗത്ത് 20 മീറ്റർ ഉയരമുള്ള രാജഗോപുരം നിർമ്മിക്കും. അനുബന്ധമായി ഓഡിറ്റോറിയം, അഗ്രശാല, പാർക്കിംഗ് എന്നിവ നിലവിൽ വരും. 1 വർഷം കൊണ്ട് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികളായ എച്ച് ഗോകുൽദാസ് കാമത്ത്, എച്ച് ഗുരുദത്ത് പൈ, എം നാഗരാജ് നായക് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം സന്നിധിയിൽ വടക്കെത്തി ദേവി പടക്കെത്തി ഭഗവതി ഭക്തിഗാന ആൽബം പ്രകാശനം ചെയ്തു. ഗാനരചയിതാവ് വിനോദ് എൻ ചെങ്ങാട്ടിൽ നിന്നും കഴകം അന്തിത്തിരിയൻ ആൽബം ഏറ്റുവാങ്ങിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഐതിഹ്യ പെരുമയാൽ ശ്രേഷ്ഠമായതും പെരുങ്കളിയാട്ട മഹോത്സവ ഒരുക്കങ്ങളാൽ സജീവവുമായ തൃക്കരിപ്പൂർ രാമവില്യം കഴകം സവിധത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ വടക്കെത്തി ദേവി പടക്കെത്തി ഭഗവതി എന്ന ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനം നടന്നു. രാമവില്യം കഴകം തിരുനടയിൽ നടന്ന ചടങ്ങിൽ വിനോദ് എൻ ചെങ്ങാട്ടിൽ നിന്നും കഴകം മന്ദിത്തിരിയൻ ഭക്തിഗാനം ഏറ്റുവാങ്ങി. ശിവപെരുമാളിന്റെ പൊന്മകൾ പിറന്നോ, ആ രൂപം പൂണ്ടു അഗ്രഹാരം പുൽകി വടക്കെത്തി ദേവി പടക്കെത്തി ഭഗവതി, ആ രൂപം പൂണ്ടു അഗ്രഹാരം പുൽകി വടക്കെത്തി ദേവി പടക്കെത്തി ഭഗവതി. പെരുങ്കളിയാട്ടത്തിലെ പ്രധാന തെയ്യമായ പടക്കെത്തി ഭഗവതിയുടെ ഐതിഹ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയൊരുക്കിയ ഭക്തിഗാന വീഡിയോ ആൽബം ടെക്ടേൺ പ്രസന്റേഷൻസിന്റെ ബാനറിൽ ഡോക്ടർ രാജീവ് വിനോദാണ് നിർമ്മിച്ചത്. ഗാനരചനയും സംവിധാനവും വിനോദൻ ചെങ്ങാട്ടാണ് നിർവഹിച്ചത്. ഉണ്ണി വീണാലയമാണ് സംഗീത സംവിധാനം നടത്തിയത്. കലേഷ് കരുണാകരൻ ആലപിച്ച ഗാനത്തിന് ഓർക്കസ്ട്രേഷനും റെക്കോർഡിംഗും വിനോദ് സാരംഗം നിർവഹിച്ചു. പ്രിയലക്ഷ്മി ഗോപിനാഥ് കൊറിയോഗ്രഫി നിർവഹിച്ചു. പൂജ പ്രഭാകരൻ, പ്രിയലക്ഷ്മി ഗോപിനാഥ് എന്നിവർക്കൊപ്പം സാരംഗത്തിലെ വിദ്യാർത്ഥിനികളും ചുവടുവെച്ചു. കേൾവിക്കെമ്പമാർന്ന ഗാനം പ്രേക്ഷക മനസ്സുകളിൽ ഇതിനോടകം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടർന്നു. മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആദരസഭ സംഘടിപ്പിച്ചു. കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീജ ഉദ്ഘാടനം ചെയ്തു.
മുളവന്നൂർ ഭഗവതി ക്ഷേത്ര ഒറ്റച്ചിറ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ചും കഴകം കലാ സാംസ്കാരിക സമിതിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായും സംഘടിപ്പിച്ച ആദരസഭ കൊടുമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു. അനുമോദന പരിപാടികളും ആദരിക്കൽ പരിപാടികളുമാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ ആലോചിച്ചത് നമുക്ക് എന്തിനാണ് ഒരു കലാ സാംസ്കാരിക സമിതി ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടത് എന്നൊരു ചോദ്യം ഒരു പക്ഷേ നമുക്ക് ഉണ്ടാകണം. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒന്നുകൂടി ചിന്തിക്കുന്നത്? എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ആരാധനാലയങ്ങളും നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു, സ്വാഭാവികമായിട്ട് വളർന്നു വരേണ്ട ഒന്നാണ്. മുൻ ഭരണസമിതി അംഗങ്ങളെയും കലാ സാംസ്കാരിക സമിതി അംഗങ്ങളെയും വിവിധ സാമൂഹിക സാഹിത്യ കായിക സാംസ്കാരിക രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് വിശ്വനാഥൻ മലയാക്കോൾ അധ്യക്ഷത വഹിച്ചു. അഖില കേരള യാദവ സഭ സംസ്ഥാന പ്രസിഡന്റ് ശിവരാമൻ മേസ്ത്രി, ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രം രക്ഷാധികാരി വി മാധവൻ നായർ, ബാത്തൂർ ഭഗവതി ക്ഷേത്ര കഴകം സെക്രട്ടറി ബിജു ബാത്തൂർ, പൂതങ്ങാനം സർവേ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു അഞ്ചാം വയൽ, ഭരണസമിതി സെക്രട്ടറി ബി മനേഷ് ചേമന്തോട്, കാനത്തൽ കണ്ണൻ, UAE കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി അജയൻ കൊച്ചി, മാതൃസമിതി സെക്രട്ടറി ഗീത ബാട്ടടുക്കം എന്നിവർ സംസാരിച്ചു. കലാസാംസ്കാരിക സമിതി പ്രസിഡന്റ് കെ വിജയൻ മുളവന്നൂർ സ്വാഗതവും സെക്രട്ടറി ഉമേശൻ മുളവന്നൂർ നന്ദിയും പറഞ്ഞു. കോട്ടിക്കുളം ചെടികുന്ന് മുണ്ടാച്ചി വളപ്പ് തായത്ത് തറവാട് ശ്രീ വയനാട്ടുകുലവൻ തറവാട് കുടുംബസംഗമം നടന്നു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര മുഖ്യകർമ്മി സുനീഷ് പൂജാരി ഉദ്ഘാടനം ചെയ്തു. തറവാടുകളിൽ പ്രസിദ്ധമായ കോട്ടിക്കുളം ചെടിക്കുന്ന് മുണ്ടാച്ചി വളപ്പ് തായത്ത് തറവാട് ശ്രീ വയനാട്ടുകുലവൻ തറവാട് കുടുംബസംഗമം നടന്നു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര മുഖ്യകർമ്മി സുനീഷ് പൂജാരി ഉദ്ഘാടനം ചെയ്തു. കാരണം നേരത്തെ നമ്മുടെ സ്വാഗതത്തിൽ പറഞ്ഞു, ഇവിടെ കത്താൻ വൈകിയെന്നുള്ളത്. സാധാരണ കുടുംബത്തില് പലപ്പോഴും മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ തറവാടിന്റെയും അവസ്ഥ. തറവാട് ഭരണസമിതി പ്രസിഡന്റ് ശ്രീധരൻ പറയമ്പള്ളം അധ്യക്ഷനായി. സെക്രട്ടറി സുകുമാരൻ പൂച്ചക്കാട, പ്രഭാകരൻ കെ കോട്ടിക്കുളം, ദാമോദരൻ മംഗലാപുരം, കെ നാരായണൻ, ബാബു താനൂർ, നാരായണൻ നിരോൾ, രാമകൃഷ്ണൻ പുത്യക്കോടി, വിജയൻ പൂച്ചക്കാട, ഭാഗ്യവതി, ജയലക്ഷ്മി നാലാം വാതുക്കൽ, വനജ ബേണൂർ എന്നിവർ സംസാരിച്ചു. 92 വയസ്സ് പിന്നിട്ട NB കരുണാകരൻ, 70 വയസ്സ് പിന്നിട്ട കുഞ്ഞിക്കോരൻ താനൂർ, വാസു കോട്ടിക്കുളം ഉൾപ്പെടെ 17 കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെയും സ്കൂൾ കലോത്സവത്തിലും കായിക മത്സരത്തിലും വിജയികളായവരെയും അനുമോദിച്ചു. വിവിധ ഗെയിം മത്സരങ്ങളും ഗാനസദസ്സും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടിക്കുളം. കേളൂത്ത് എക്കാൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തേംകെട്ട് മഹോത്സവം മാർച്ചിൽ നടക്കും. കൂവമളക്കൽ ചടങ്ങ് നടന്നു. പുല്ലൂർ ഗ്രാമത്തിൽ വയലുകളാൽ സമൃദ്ധമായ കേളൂത്ത് പ്രദേശം ചന്ദ്രനെല്ലൂർ ഭഗവതിയമ്മയുടെയും ശ്രീ മഹാവിഷ്ണു, ശ്രീ ഭദ്രകാളി, ശ്രീ പള്ളിയിൽ തറവാട്, ശ്രീ കേക്കടവൻ തറവാട്, ശ്രീ രക്തേശ്വരി ദേവസ്ഥാനം ദേവതാ സങ്കല്പങ്ങളുടെ അമരഭൂമിയിൽ ഭക്തജനങ്ങൾക്ക് ദിവ്യ സാന്നിധ്യം കൊണ്ട് പരിലസിക്കുകയാണ്. കേളൂത്ത് എക്കാൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം. അടൂട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന എക്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 160 വർഷങ്ങൾക്ക് മുൻപാണ് തെയ്യംകെട്ട് മഹോത്സവം നടന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. തറവാട്ടംഗങ്ങളുടെയും നാട്ടുകാരുടെയും നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം വരുന്ന മാർച്ച് 9 മുതൽ 13 വരെ തീയതികളിലായി വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കും. മഹോത്സവത്തിന് മുന്നോടിയായി കൂവമളക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. തുടർന്ന് അടയാളം കൊടുക്കൽ ചടങ്ങും നടന്നു. മാർച്ച് 9 കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. മാർച്ച് 10 രാത്രി വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ, തുടർന്ന് പൊട്ടൻ ദൈവത്തിന്റെ തോറ്റം, പുലർച്ചെ പൊട്ടൻ ദൈവത്തിന്റെ പുറപ്പാട്. മാർച്ച് 11 രാവിലെ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, രാത്രിയിൽ കൈവീത്, 9 മണിക്ക് തെയ്യം കൂടൽ തോറ്റം. മാർച്ച് 12 കാർന്നൂൺ തെയ്യത്തിന്റെ വെള്ളാട്ടം, കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, കണ്ടനാർക്കിള്ളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. തുടർന്ന് ബപ്പിടൽ ചടങ്ങ്. രാത്രി 10 മണിക്ക് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ, തുടർന്ന് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം. സമാപന ദിവസമായ മാർച്ച് 13
രാവിലെ കാർന്നൂൺ തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് കോരച്ചൻ തെയ്യം അരങ്ങിലെത്തും. തുടർന്ന് കണ്ടനാർക്കേളൻ തെയ്യം അരങ്ങിലെത്തും. വൈകിട്ട് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് പരമപവിത്രമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തും. രാത്രി 10 മണിയോടെ മറപിളർക്കൽ ചടങ്ങ്, തുടർന്ന് കൈവീതോടുകൂടി തെയ്യംകെട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം കുറിക്കും. ഷോപ്പിക വെഡിങ്സ് കാഞ്ഞങ്ങാടിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഷോപ്പിക സ്റ്റാഫ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വസ്ത്രവ്യാപാര രംഗത്ത് ഉപഭോക്താക്കളുടെ പ്രിയ സ്ഥാപനമായ കാഞ്ഞങ്ങാട് ഷോപ്പിക വെഡ്ഡിംഗ്സ് 3ാം വാർഷികാഘോഷത്തിന്റെ നിറവിലാണ്. വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഷോപ്പിക വെഡ്ഡിംഗ്സ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകുകയാണ്. 3ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത്. ഫൗണ്ടർമാരായ ഉസ്മാൻ ഫജർ, അബ്ദുൽ ഖാദർ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മൻസൂർ ആദ്യം തന്നെ പറഞ്ഞു, ഇവിടെ ചായക്ക് വെള്ളം വെച്ചാൽ ഞാൻ ഉണ്ടാവും. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷോപ്പികയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇവിടെ ജീവനക്കാരും മാനേജ്മെന്റും അല്ലെങ്കിൽ മുതലാളിയും ജീവനക്കാരും ഇല്ല. ഇവിടെ ഒരു കുടുംബമാണ്. ആ കുടുംബം തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും ഇതുപോലെ 100 വർഷങ്ങൾ ഇതുപോലെ തന്നെ ഉയർച്ചയിലേക്കും, അത് ഓരോ വർഷവും ഓരോ ബ്രാഞ്ച് എന്ന പോലെ, ഓരോ സ്റ്റോർ എന്ന പോലെ ഒരു 100 സ്റ്റോറുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 3 വർഷം കൊണ്ട് 3ാമത്തെ ഷോറൂമിൽ നിന്ന് 6ാമത്തെ ഷോറൂമിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അത് ഞങ്ങൾ കൂടി അഭിമാനിക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഷംസു പറയായിരുന്നു, എല്ലാവരും അങ്ങനെയാണ്, ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡേക്ക് അയക്കും. പക്ഷെ പിന്നെ അവർ കാസർഗോഡ് പോകാറില്ല. കാസർഗോഡിൻ്റെതായിട്ട് കാസർഗോഡിനെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ സ്നേഹം അങ്ങനെയാണ്. അവര് മാറി ഇവിടത്തുകാരായിട്ട് മാറുകയാണ് സാധാരണ ഉണ്ടാവുക. എന്തായാലും ശോഭികയും ഞങ്ങളുടേതായി മാറി എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ സിനിമാക്കാരൊക്കെ കാഞ്ഞങ്ങാടേക്കും കാസർഗോഡേക്കൊക്കെ വന്നപ്പോൾ അപ്പോഴാണ് നമ്മളെ തിരിച്ചറിയുന്നത് എന്ന് വേണം പറയാൻ. ഷോറൂം മാനേജർ K. മൻസൂർ സ്വാഗതം പറഞ്ഞു. ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ, സുഹൈൽ, വാർഡ് കൌൺസിലർ കുസുമ ഹെഗ്ഡെ, വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് മഹ്മൂദ്, കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ്, BNI ഡൈനാമിക് പ്രസിഡന്റ് ഷൌക്കത്ത് അലി, ലയൺസ് ഓഫ് അജാനൂർ പ്രസിഡന്റ് സുനിൽ രാജ് എന്നിവർ സംസാരിച്ചു. BNI മുൻ പ്രസിഡന്റ് അഷ്റഫ് ഗാനം ആലപിച്ചു. HR എക്സിക്യൂട്ടീവ് അഞ്ജലിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. HR എക്സിക്യൂട്ടീവ് അനഘ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് ജീവനക്കാർ ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കൈകൊട്ടിക്കളി പരിപാടിയുടെ മാറ്റുകൂട്ടി. ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ സ്പെഷ്യൽ മ്യൂസിക് വിരുന്ന് പുതിയൊരു ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭീമ ജ്വല്ലറിയിൽ വാലന്റൈൻസ് ദിന പരിപാടിയുടെ ഭാഗമായി വാലന്റൈൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം നടന്നു. മിസിസ് കേരള ടൈറ്റിൽ വിന്നറും മോഡലും അവതാരകയുമായ ഡോക്ടർ ശ്രീലക്ഷ്മി N. നായർ ഉദ്ഘാടനം ചെയ്തു. ഭീമ ജ്വല്ലറിയിൽ വാലന്റൈൻ ദിന പരിപാടിയുടെ ഭാഗമായി വാലന്റൈൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം നടന്നു. മിസിസ് കേരള ടൈറ്റിൽ വിന്നറും മോഡലും അവതാരകയുമായ ശ്രീലക്ഷ്മി N. നായർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊക്കെ ചെറുപ്പം മുതലേ നമ്മളുടെ പേരൻസിൻ്റെയൊക്കെ കാലത്തിനേക്കാളും മുന്നേ മുതൽ കേട്ട് വളർന്നൊരു പേരാണ് ഭീമ. പലതരം ജ്വല്ലേഴ്സും മാർക്കറ്റിൽ വന്നാലും ഈ ഒരു പ്യൂരിറ്റി നമുക്ക് ഗ്യാരണ്ടി തരുന്നത് എപ്പോഴും ഭീമ തന്നെയാണ്. ഇപ്പോൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിലും എൻ്റെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ജ്വല്ലേഴ്സ്, ഓൾ ടൈം ഫേവറേറ്റ് ജ്വല്ലേഴ്സ് ഭീമ തന്നെയായിരിക്കും. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് കാലങ്ങളായിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കുക, ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ റോസസ് കഴിഞ്ഞാൽ ഡയമണ്ട്സ് അല്ലെങ്കിൽ ഗോൾഡ്. അപ്പം ഈ പ്രാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർണമെൻറ്റ്സ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഭീമയിൽ വരാം. ബിക്കോസ് ഭീമയിലൊരു പുതിയ വാലന്റൈൻസ് കോർണർ എന്ന ഓപ്പൺ ആവുകയാണ്. ഡോക്ടർ ശ്രീലക്ഷ്മി നായരാണ് മാഡം. സംബന്ധിച്ചോളം അദ്ദേഹം 2022 മിസ് കേരളമാണ്. എൻ്റെ ഇൻഫ്ലുവൻസറാണ്, മോഡൽ ആൻഡ് ആക്ടേഴ്സാണ്. ഞങ്ങളുടെ ഒരു വാലന്റൈൻസ് ഡേൻ്റെ കളക്ഷൻ ഇന്നേ ദിവസം ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഡോക്ടർ ശ്രീലക്ഷ്മി നായരാണ്. മനോജ് കുമാർ, B. സുധീഷ് എന്നിവർ സംസാരിച്ചു. ലൈറ്റ് വെയ്റ്റ് 18-22 ക്യാരറ്റ് ആഭരണങ്ങളുടെ നിരവധി കളക്ഷൻസാണ് ഭീമ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ടോണി ഫ്രാൻസിസ് സ്വാഗതവും അനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാതിവില തട്ടിപ്പിൽ കാസർഗോട്ടും ഇരകൾ. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും 41 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. AKSTU സംസ്ഥാന സമ്മേളനം 13, 14, 15 തീയതികളിൽ നടക്കും. ഉൽപ്പന്ന ശേഖരണ ജാഥ ചൊവ്വാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ചീമേനി നെടുമ്പയിലെ കവർച്ച ആസൂത്രിതമെന്ന് പോലീസ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ഈ മാസം 3-നാണ് ചീമേനിയിലെ N മുകേഷിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അജാനൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. തണ്ണോട്ട് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.